സോ ഗൈസ് ജിനോസ് ടെക് വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും പുതിയ ബൈക്കായിട്ടുള്ള ഗറില്ല 450 ആണ്. ഈ ഒരു ബൈക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് കുന്നംകുളത്തെ ഹെറിറ്റേജ് മോട്ടോഴ്സിൽ നിന്നാണ്. സോ റോയൽ എൻഫീൽഡ് ബൈക്കുകളായിട്ട് എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അവരെ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവരുടെ കോൺടാക്ട് നമ്പർ ഞാനിവിടെ കൊടുക്കാം. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. റോയൽ എൻഫീൽഡിൻ്റെ തന്നെ പുതിയ ബൈക്കായിട്ടുള്ള ഹിമാലയൻ 452 കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇറങ്ങിയിരുന്നു. സോ അതേ എൻജിൻ പ്ലാറ്റ്ഫോമിൽ വരുന്ന മറ്റൊരു ബൈക്കാണ് ഗറില്ല 450. സോ ഗറില്ല 450യും ഹിമാലയനും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. സോ ഇതിൻ്റെ വീൽ ബേസ് ആണെങ്കിലും ഹൈറ്റ് ആണെങ്കിലും ബാക്കി റൈഡിങ് പൊസിഷൻ ആണെങ്കിലും എൻജിൻ റീമാപ്പ് ചെയ്തിട്ടുള്ളതാണെങ്കിലും ഒക്കെ ഒരുപാട് ഡിഫറൻസ് ഹിമാലയനും ഈ ഒരു ബൈക്കും തമ്മിലുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് ഹിമാലയനായിട്ട് ഭയങ്കര സിമിലർ ആയിരിക്കുന്നതാണ്. പക്ഷേ ഒരിക്കലുമല്ല. ഹിമാലയൻ കാണുന്ന അത്ര ഒരു ഭീകരത ഈ ഒരു ബൈക്ക് കാണുന്നില്ല. ബട്ട് ഈ ഒരു വാഹനത്തിൻ്റെ ടയർ സൈസുകളൊക്കെ നോക്കുമ്പോൾ കുറച്ചുകൂടി ഭീകരമാണ്. പക്ഷേ ഓവറോൾ നമ്മുടെ ഹിമാലയൻ കാണുമ്പോൾ അത്ര ഹ്യൂജ് സൈസ് ഈ ഒരു ബൈക്കിനില്ല. ഫസ്റ്റ് കേസ് ഇതിൻ്റെ വീൽ ബേസ് ഹിമാലയനേക്കാൾ കുറവാണ്. 1510 mm ആണ് ഹിമാലയനിലെ വീൽ ബേസ് എങ്കിൽ ഇതിന് വെറും 1440 mm മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ സീറ്റ് ഹൈറ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിലും ഹിമാലയൻ നമുക്ക് 825 mm ആണ് വന്നിരുന്നത്. ഇതിൽ നമുക്ക് വെറും 780 mm മാത്രമേ സീറ്റ് ഹൈറ്റ് വരുന്നുള്ളൂ. സോ ഹിമാലയൻ എന്ന് പറയുന്ന ഒരു ഭീകര ബൈക്കിനെ കുറച്ചുകൂടി കോമ്പാക്റ്റ് ആയിട്ട് നമുക്ക് റോയൽ എൻഫീൽഡ് തന്നിരിക്കുകയാണ്. സോ ഹിമാലയൻ ബൈക്ക് ഓടിക്കുമ്പോൾ ആ ഒരു ഭീകരത നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ബൈക്ക് ഓടിക്കുന്നില്ല. പക്ഷേ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു ഹിമാലയനേക്കാൾ ഒരു പടി മുൻപ് നിൽക്കുന്നത് ഈ ഒരു ഗറില്ല 450യുടെ പെർഫോമൻസ് തന്നെയാണ്. കാരണം നമ്മൾ ഓരോ ഗിയറിലും ത്രോട്ടിൽസ് കൊടുക്കുമ്പോൾ കാണുന്ന ആ ഒരു പെർഫോമൻസ് അത് വേറെ ലെവലാണ്. ലോ ടോർക്കിൽ ലോ RPMലുള്ള പെർഫോമൻസ് എനിക്ക് അത്ര താല്പര്യപ്പെട്ടില്ല. കാരണം ഇത് അങ്ങനെ ഓടിക്കേണ്ട ഒരു ബൈക്കല്ല. ഇത് ഹൈ പെർഫോമൻസിൽ തന്നെ ഓടിക്കേണ്ട ബൈക്കാണ്. ഓരോ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീഡ്ബാക്ക് നമ്മളെ പേടിപ്പിക്കുന്ന തരത്തിലാണ്. നമ്മുടെ ഡ്യൂക്ക് 390 പോലുള്ള ഒരു പെർഫോമൻസ് ബൈക്കൊക്കെ ഓടിക്കുന്ന ഒരു ഫീൽഡിലേക്ക് നമ്മുടെ റോയൽ എൻഫീൽഡ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഗറില്ല 450 എന്ന് പറയുമ്പോൾ ഹിമാലയനേക്കാൾ കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ടുള്ള ഒരു റൈഡിംഗ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ബൈക്ക് നമുക്ക് ആക്ച്വലി റോഡ്സ്റ്റർ കാറ്റഗറിയിൽ വരുന്നൊരു ബൈക്കാണ്. ബട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഡുക്കാറ്റിയുടെ സ്ക്രാംബ്ലർ ബൈക്കിൻ്റെ ഒക്കെ ഒരു സിമിലാരിറ്റി ഉണ്ട്. സോ ഈ ഒരു ബൈക്ക് ഒരു സ്ക്രാംബ്ലർ ബൈക്ക് കൂടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. പിന്നെ ഈ ഒരു ബൈക്കിൻ്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ എൻജിൻ സൈഡ് നോക്കുകയാണെങ്കിൽ ഹിമാലയൻ 452 വന്നിരുന്ന അതേ ഷർപ്പ് എൻജിൻ തന്നെയാണ് ഈ ഒരു മോഡലിന് വരുന്നത്. പവർ ഫിഗേഴ്സിലൊന്നും കാര്യമായിട്ടുള്ള മാറ്റങ്ങളില്ല. 40 PS പവർ അതുപോലെ തന്നെ 40 Nm ടോർക്കാണ് ഈ ഒരു ബൈക്കിന് വരുന്നത്. പക്ഷേ ഈ ഒരു എൻജിനിൽ എന്തൊക്കെയാണ് ഒരു ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. കാരണം ഹിമാലയൻ ഓടിക്കണേക്കാൾ കുറച്ചും കൂടി അഗ്രസീവായിട്ടാണ് ഈ ഒരു ബൈക്കിൻ്റെ പെർഫോമൻസ് എനിക്ക് തോന്നിയത്. സോ ഹിമാലയൻ്റെ തന്നെ എൻജിൻ കുറച്ചും കൂടി സ്പോർട്ടിയാക്കി. ഓൾറെഡി ഹിമാലയൻ്റെ 450യുടെ എൻജിൻ ഹൈ RPMൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഹൈ RPMൽ നല്ല പെർഫോമൻസ് തരുന്ന നല്ല ടോപ്പ് സ്പീഡ് തരുന്ന ഒരു വണ്ടിയായിരുന്നു. പക്ഷേ അതിനേക്കാൾ ഒന്നുകൂടി കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു പെർഫോമൻസ് കൂടിയിട്ടാണ് ഈ ഗറില്ല 450 വന്നെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അത് നിങ്ങൾ എപ്പോഴും ഈ ഒരു ബൈക്ക് ടെസ്റ്റ് റൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പോൾ ആദ്യമായിട്ട് ഒരു ബിഗിനറാണ് ഒരു 400cc സെഗ്മെൻറ്റുള്ള ബൈക്ക് ഓടിക്കണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി കെയർഫുൾ ആയിട്ട് ഓടിക്കുക. കാരണം അത്രയും ഭീകര പെർഫോമൻസ് ആണ് ഈ ഒരു ബൈക്ക് തരുന്നത്. റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കുകളാണ് സാധാരണ നമ്മൾ ലോങ് സ്ട്രോക്ക് എഞ്ചിൻസ് ഒക്കെ ഓടിച്ചിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസിൽ വന്നിട്ട് നമ്മൾ ഈ ഒരു ഗറില്ല 450 ഓടിക്കാൻ നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞെട്ടിപ്പോകും. കാരണം അത്രയും ഭീകര പെർഫോമൻസ് ആണ് ഈ ഗറില്ല 450 നമുക്ക് തരുന്നത്. ഇനി ഹിമാലയനിൽ നമുക്ക് വന്നിരുന്ന വീൽ സൈസ് എന്ന് പറയുന്നത് 17 and 21 എന്ന് പറഞ്ഞിട്ട് രണ്ട് ഡിഫറെൻറ്റ് വീൽ സൈസാണ് വന്നിരുന്നത്. എന്നാൽ ഈ ഒരു ബൈക്കിൽ നമുക്ക് 17 ഇഞ്ചിൻ്റെ രണ്ട് ടയർ സൈസാണ് വീൽ സൈസാണ് വരുന്നത്. അതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത. സോ രണ്ട് യൂണിഫോം ആയിട്ടുള്ള ടയേഴ്സിൽ രണ്ട് ഡിഫറെൻറ്റ് സൈസിലുള്ള ടയർ വരുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണ്. ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബൈക്കിൻ്റെ ഫ്രണ്ട് ടയറും അതുപോലെ തന്നെ ബാക്ക് ടയറാണ്. ഫ്രണ്ട് ടയർ ഡയമെൻഷൻ വരുന്നത് 120/70 ആണ്. ഈ ഒരു സെഗ്മെൻറ്റിലും ഒരു ബൈക്കിനും ഇത്രയും വലിയ ടയേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. സോ ആ ഒരു ടയേഴ്സ് ഈ ഒരു വണ്ടിക്ക് തരുന്ന ലുക്ക് അത് വേറെ ലെവലാണ്. അതുപോലെ തന്നെ പുറകിലത്തെ ടയേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ പുറകിലൊക്കെ ഭീകര സൈസാണ്. നിങ്ങൾ വീഡിയോയിൽ കൂടെ കാണുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് അത് മനസ്സിലാവുമെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ നേരിട്ടപ്പോഴും ഈ ഒരു വണ്ടി കാണുമ്പോൾ നിങ്ങൾക്ക് അത് ആ ഒരു റിയാലിറ്റിയിലേക്ക് നിങ്ങൾ വരും. കാരണം പുറകിലെ സൈസ് നമുക്ക് 160/60 ഡയമെൻഷനിലാണ് പുറകിലത്തെ ടയർ വരുന്നത്. സോ ഈ രണ്ട് സംഭവങ്ങൾ അതായത് ഫ്രണ്ട് ടയറും ബാക്ക് ടയറും ഈ ഒരു വാഹനത്തിന് നല്ല കിടിലൻ ലുക്കാണ് കൊടുക്കുന്നത്. ഇനി സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹിമാലയൻ 452 കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഈ ഒരു ബൈക്കിനുണ്ട്. ഫ്രണ്ട് സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ഹിമാലയൻ നമുക്ക് USD ഫോക്സ് ആണ് വന്നിരുന്നത്. എന്നാൽ ഈ ഒരു ബൈക്കിൽ USD ഫോക്സ് ഇല്ല. അതുപോലെ തന്നെ സസ്പെൻഷൻ്റെ ട്രാവൽ ഒരുപാട് കൂടുതലായിരുന്നു ഹിമാലയനിൽ. കാരണം നമുക്കറിയാം ഓഫ് റോഡ് കാപ്പബിലിറ്റീസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സസ്പെൻഷൻ ട്രാവൽ ആ ഒരു ബൈക്കിന് ആവശ്യമായിരുന്നു. എന്നാൽ ഈ ഒരു ബൈക്കിന് അത്ര ആവശ്യമില്ല. കാരണം ഇതൊരു റോഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബൈക്കാണ്. അതുകൊണ്ട് തന്നെ അത്രയും ട്രാവൽ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ബൈക്കിൻ്റെ ട്രാവൽ കുറച്ചുകൂടി കുറവാണ്. മാത്രമല്ല ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അതുപോലെ തന്നെ റിയർ സൈഡിലെ
സസ്പെൻഷനെ പറ്റി പറയുകയാണെങ്കിൽ സ്വിംഗ് ആമിലും ഇതിലൊക്കെ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സോ സസ്പെൻഷൻ്റെ കാര്യത്തിൽ ഹിമാലയൻ ഒരു അഡ്വഞ്ചർ ബേസ്ഡ് ആയിട്ടുള്ള സസ്പെൻഷനാണ് പ്രൊവൈഡ് ചെയ്തിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സസ്പെൻഷനാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാഹനം ഹിമാലയനെ പോലെ തന്നെ ലിക്വിഡ് കൂൾഡ് ആണ്. സോ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു കൂളിംഗ് ആണ് ഈ ഒരു ബൈക്കിന് കിട്ടുന്നത്. ബട്ട് ഈ ഒരു വാഹനത്തിൻ്റെ റേഡിയേറ്റർ ഹിമാലയനേക്കാൾ കുറച്ചുകൂടി പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനം വാങ്ങിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഇതിന് മാച്ചിങ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ക്രാഷ് ഗാർഡാണ്. കാരണം ഹിമാലയൻ നമുക്ക് ഓൾറെഡി അറിയാം ചെറിയൊരു ക്രാഷ് ഗാർഡ് ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു വാഹനത്തിൽ അങ്ങനെ ക്രാഷ് ഗാർഡിൻ്റെ സംഭവമൊന്നുമില്ല. സോ പ്രത്യേകിച്ച് റേഡിയേറ്ററും കുറച്ച് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ഒരു വാഹനം വാങ്ങിച്ചതിന് ശേഷം ആദ്യം ചെയ്യേണ്ട ഒരു സംഭവമാണ് ക്രാഷ് ഗാർഡ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ സൈലൻസറിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഹിമാലയനിൽ വന്നിരിക്കുന്ന ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള ഒരു സൈലൻസറാണ് വന്നിരിക്കുന്നത്. ആ സൗണ്ടിലുള്ള വലിയ ചേഞ്ചസ് നമുക്ക് കാര്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്നാലും നമ്മൾ സാധാരണ റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കുകൾ വരാത്ത രീതിയിലുള്ള ഒരു എന്താ പറയുക എക്സോസ്റ്റ് നോട്ടാണ് ഈ ഒരു വാഹനത്തിൽ അതുപോലെ തന്നെ ഹിമാലയനിലൊക്കെ ഉള്ളത്. സോ ആ എക്സോസ്റ്റ് നോട്ട് നമുക്ക് കേട്ടോക്കാം. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ റൈഡിംഗ് പോസ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഹിമാലയൻ്റെ അത്ര അപ്രൈറ്റ് പൊസിഷനിലല്ല, കുറച്ചും കൂടി അഗ്രസീവായിട്ടുള്ളൊരു റൈഡിംഗ് പോസ്റ്ററാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. എന്നാൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അപ്രൈറ്റ് ആയിട്ട് ഇരുന്ന് ഓടിക്കാനും ഈ ഒരു വാഹനത്തിന് പറ്റും. പിന്നെ ഹിമാലയനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫുഡ് ബാഗിൻ്റെ പൊസിഷനിൽ ചെറിയ ചേഞ്ചസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ബട്ട് എന്തോ ഒരു ചേഞ്ചസ് ഈ ഒരു ഫുഡ് ബാഗിലേക്ക് തോന്നി. കാരണം കുറച്ചുകൂടി നമ്മൾ കാല് പുറകിലോട്ട് വെച്ചിരിക്കുന്ന ഒരു ഫീലാണ് എനിക്കൊരു വാഹനം ഓടിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്. പിന്നെ നമുക്ക് ഹിമാലയനിൽ വന്നിരിക്കുന്ന അതേ TFT ഡിസ്പ്ലേ 4.6 ഇഞ്ച് TFT ഡിസ്പ്ലേ തന്നെ ഈ ഒരു വാഹനത്തിലും വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ ബേസ് മോഡലിൽ നമുക്ക് സാധാരണ അതായത് മീറ്റിയോറിലൊക്കെ കണ്ടിരുന്ന ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും നമുക്കിതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു 3.10 lakhs നമുക്ക് കിട്ടുന്ന വണ്ടിക്ക് തോന്നുന്നു ഈ ഇപ്പോൾ പറയുന്ന 4.6 TFT ഡിസ്പ്ലേ ആയിരിക്കില്ല. പകരം നമുക്ക് ആ ഒരു മീറ്റിയോറിലൊക്കെ കണ്ടിരുന്ന ആ ഒരു സെമി ഡിജിറ്റലായിട്ടുള്ള ആ ഒരു സിസ്റ്റം ആയിരിക്കും നമുക്ക് കിട്ടുക. കാരണം നമ്മൾ ഹിമാലയൻ പോലത്തെ ഒരു പെർഫോമൻസും വേണം. പക്ഷേ അത്രയും വലിയ വണ്ടി കൊണ്ടു കിടക്കാൻ നമുക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സെലക്ട് ചെയ്യാവുന്ന ഒരു ബൈക്കാണിത്. കാരണം ഹിമാലയൻ്റെ സെയിം എഞ്ചിനും കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഹിമാലയൻ്റെ എന്താ പറയുക അത്രയും സൈസ് വരുന്നില്ല, കുറച്ചുകൂടി കോമ്പാക്റ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാനും പറ്റും. ഇത് ചില ആംഗിളൊക്കെ നോക്കുമ്പോൾ നമ്മുടെ 100-350 ചെറിയൊരു കട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷേ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇത് 100-350 ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും ഭീകരമായിട്ടുള്ള പെർഫോമൻസാണ് ഈ ഗറില്ല 450 എന്ന് പറഞ്ഞ ബൈക്ക് നമുക്ക് തരുന്നത്. പിന്നെ റിയർ സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹിമാലയനിൽ വന്നിരിക്കുന്ന അതേ ടൈലിനാണ് റിയർ സൈഡിൽ വന്നിരിക്കുന്നത്. അതിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. നമ്മുടെ ആ ഒരു ഇൻഡിക്കേറ്റർ പ്ലസ് നമ്മുടെ റിയർ ലൈറ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്ത പോലത്തെ 2 ഇൻഡിക്കേറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇൻ കേസ് ഇൻഡിക്കേറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് 2-3 ഫംഗ്ഷൻസ് പോകും. ഒന്ന് നമുക്ക് ഇൻഡിക്കേറ്റർ വർക്കാവില്ല, രണ്ടാമത്തെ കേസ് നമുക്ക് റിയർ ലൈറ്റ് വർക്കാവില്ല. അപ്പോൾ ഇതെല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ചെറിയ പ്രശ്നം അതാണ്. പക്ഷേ കുറച്ചുകൂടി സ്റ്റൈലിഷ് ആയിട്ടുണ്ട്, കുറച്ചുകൂടി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനാണ് പുറകിലത്തെ സൈഡിൽ വന്നിരിക്കുന്നത്. പക്ഷേ കമ്പയർഡ് ടു ബാക്ക് ഡിസൈൻ നമ്മുടെ ഫ്രണ്ട് ഡിസൈൻ നമ്മുടെ കൺവെൻഷണൽ ആയിട്ടുള്ള റൗണ്ട് ലൈറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. അത് നമ്മുടെ ഹിമാലയനിൽ യൂസ് ചെയ്തിരിക്കുന്ന അതേ ലൈറ്റിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ലൈറ്റ് തന്നെയാണ്. പക്ഷേ അത് അവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഒരു സിഗ്നേച്ചർ ഡിസൈനാണ് റൗണ്ട് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അതിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ ഗറില്ല 450 ആണ് ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ ഒരു ചെറിയൊരു കോർണർ വരുന്നുണ്ട്. അടിപൊളിയായിട്ട് കോർണർ ചെയ്യാം. കാരണം നമ്മുടെ ടയർ സൈസ് നമ്മളതിനെ കോർണർ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നല്ല കോൺഫിഡൻസാണ് നമുക്ക് തരുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പുള്ളി നോക്കാം. ഇപ്പോൾ കുറച്ച് തിരക്കുള്ള റോഡാണ്, അതുകൊണ്ട് അത്ര പുള്ളി ചെയ്യാൻ പറ്റില്ല. എന്നാ സ്മൂത്തറാണെന്നറിയോ. ലോ ആൻഡ് ടോർക്ക് അത്ര പോരാട്ടോ, പക്ഷേ ആ ഒരു മിഡ് റേഞ്ച് തട്ടിപ്പൊളിയാണ്. അതുപോലെ തന്നെ ടോപ്പ് സ്പീഡും കേവൊക്കെ തട്ടിപ്പൊളിയായിട്ട് എടുക്കാം, ഒരു പ്രശ്നവുമില്ല. ഒരു വണ്ടി വന്നിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്കൊന്ന് പുള്ളി നോക്കാം. പിള്ളേരൊക്കെ നോക്കുന്നുണ്ട് നമ്മുടെ വണ്ടി. എന്നാ സ്മൂത്താണെന്നറിയോ. നമ്മൾ ഓടിച്ചേക്കണം കേട്ടോ. ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ളൊരു പവർ ഡെലിവറിയാണ്. 100 വളരെ പുട്ട് പോലെ അടിക്കുക. എനിക്ക് തോന്നുന്നു ഹിമാലയനൊക്കെ കുറച്ച് ടൈമിൽ നമുക്ക് 100 ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. കാരണം അമ്മാരി ആക്സലറേഷനാണ് എനിക്ക് തോന്നുന്നത് കമ്പയർഡ് ടു ഹിമാലയൻ. സംഭവം ഹിമാലയൻ്റെ എഞ്ചിനാണെങ്കിലും എന്തൊക്കെയോ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്ത് നോക്കാം. ട്രാവലറുകാരൻ. നല്ലൊരു സ്ട്രെയിറ്റ് റോഡ്, ചെറിയൊരു ഓപ്പൺ റോഡുണ്ട്. കേവൊക്കെ അടിപൊളി. ആക്സലറേഷൻ കണ്ട മോനെ, ജസ്റ്റ് പുട്ട് പോലെയാണ് 100 കാരനെ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അടിപൊളി പെർഫോമൻസ്. ടോപ്പ് സ്പീഡിലൊക്കെ വേറെ ലെവല്. ഇത് റോയൽ എൻഫീൽഡ് തന്നെയാണോ? നമുക്ക് ചെറിയൊരു കട്ട് റോഡ് കൂടെ, അതായത് നോർമൽ അത്ര ഇതൊന്നും ഇല്ലാത്തൊരു റോഡ് കൂടെ പോയി നോക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് നോക്കാം.
നോർമൽ റബ്ബറൈസ്ഡ് ടാറിങ്ങൊന്നും ഇല്ലാത്ത റോഡാണ്. കുഴപ്പമില്ല. നമുക്ക് ചെറിയൊരു സസ്പെൻഷനിൽ നിന്നൊരു ചെറിയൊരു അതെ പൂച്ച പണി കിട്ടിയതിനപ്പോൾ തന്നെ. സസ്പെൻഷൻ നമുക്ക് അത്ര സ്മൂത്തായിട്ടുള്ളൊരു ഫീഡ്ബാക്ക് അല്ല കിട്ടുന്നത്. ഹിമാലയൻ ആണെങ്കിൽ ഈ റോഡൊക്കെ പുട്ടുപോലെ എടുക്കായിരുന്നു. പക്ഷേ നമുക്ക് ചെറുതായിട്ടൊരു അൺകംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ലോ ആൻഡ് ടോർക്ക് ഭയങ്കര അലമ്പാണ്. നമ്മളെപ്പോഴും ഗിയർ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അത് ആ ഒരു ലോങ് സ്ട്രോക്ക് എഞ്ചിൻ അല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ട്. കണ്ടാ ഇവിടെയൊക്കെ നമുക്ക് അത്ര ഒരു സ്മൂത്ത് അല്ല. അത് കുഴപ്പമില്ല. അതാത് സമയത്ത് നമ്മൾ ഗിയർ ഡൗൺ ചെയ്തെടുത്താൽ കുഴപ്പമില്ല. ഇതൊക്കെ ഹിമാലയന് വേണ്ടിയിട്ടുള്ള റോഡാണ്. കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് ഇങ്ങനെയുള്ള റോഡുകളിൽ നമുക്ക് അത്ര കണ്ടൊരു കംഫർട്ടബിൾ അല്ല കേട്ടോ ഈ വണ്ടി ഓടിക്കാനായിട്ട്. കാരണം എനിക്ക് തോന്നുന്നത് ടേണിങ് റേഡിയസ് വളരെ കുറവാണ്. ഹിമാലയന് എനിക്ക് അത്ര ഓർക്കുന്നില്ല. പക്ഷേ മറ്റു വണ്ടികൾ കമ്പയർ ചെയ്യുമ്പോൾ ടേണിങ് റേഡിയസ് ഭയങ്കര കുറവാണ്. മേ ബി ഹിമാലയന് ഇതേപോലെ ആയിരിക്കാം. നമ്മുടെ നാട്ടിലെ സാധാ റോഡുകളിൽ ഓടിക്കാൻ അത്ര സുഖമില്ല. എന്നാലും കുഴപ്പമില്ല. ഗിയർ ഷിഫ്റ്റിങ്ങൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഗൈസ് നമുക്കൊരു സ്ട്രേറ്റ് റോഡ് കിട്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് നോക്കാം. പക്ഷേ ഫ്രണ്ടിലൊരു വണ്ടിയുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ ആ പഴയ റോയൽ എൻഫീൽഡ് ആ തമ്പൊക്കെ പോയിട്ട് എന്താ പറയുക ഭയങ്കര സ്മൂത്തായിട്ടുള്ളൊരു പവർ ഡെലിവറിയാണ് ഇപ്പോൾ വണ്ടിക്കുള്ളത്. വണ്ടി കുറച്ചുകൂടി അജയിലാണ്. കുറച്ചുകൂടി ക്വിക്കറായിട്ട് എടുത്ത് പോകാൻ പറ്റുന്നുണ്ട്. വണ്ടിക്ക് നല്ല റെസ്പോൺസാണ്. പിന്നെ വീതി കൂടി ടയേഴ്സ് ആയതുകൊണ്ട് നമുക്ക് കോർണർ ചെയ്യാൻ ഭയങ്കര കോൺഫിഡൻസ് തരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രേക്കിങ്ങും അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സസ്പെൻഷൻ കൊള്ളാം, സ്ട്രേറ്റ് റോഡുകളിലൊക്കെ കൊള്ളാം. പക്ഷേ കുറച്ച് ഓഫ് റോഡ് പോലെയൊക്കെ ആകുമ്പോൾ കുറച്ച് എന്തോ ഒരു പ്രശ്നമുണ്ട് സസ്പെൻഷന്. പിന്നെ ഹാൻഡ്ലിംഗ് ഒക്കെ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ടയർ സൈസ് കൂടുതലായതുകൊണ്ട് തന്നെ ഹാൻഡ്ലിംഗ് നമുക്ക് നന്നായിട്ടുണ്ട്. പിന്നെ അപ്രൈറ്റ് പൊസിഷനിൽ ഓടിക്കാം. വേണമെങ്കിൽ കുറച്ച് അഗ്രസീവായിട്ട് ഇരുന്നിട്ട് ഓടിക്കാൻ പറ്റും. രണ്ടും പറ്റുന്നുണ്ട്. പിന്നെ സീറ്റിൻ്റെ കുഷനിങ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ സൈഡിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു വണ്ടി ആക്ച്വലി എൻ്റെ ഒരു ഡ്രീമായിരുന്നു. വണ്ടി അത്യാവശ്യം ഐ ക്യാച്ച് ആണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു ഗോൾഡ് ട്രിപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു കളർ ആൾക്കാരൊക്കെ ഒരുപാട് നോക്കുന്നുണ്ട്. എനിക്കും ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കളേഴ്സാണ്. ആ വൈറ്റും ബ്ലൂ ഉള്ളതും പിന്നെ ഈ ഒരു പറഞ്ഞ ഗോൾഡ് ട്രിപ്പും. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വണ്ടിയിൽ നിന്ന് കിട്ടിയത്. പിന്നെ ഇതിൻ്റെ സർവീസും കാര്യങ്ങളും കോസ്റ്റൊക്കെ ഏകദേശം ഹിമാലയൻ്റെ പോലെ തന്നെയാണ് വരുന്നത്. പിന്നെ വണ്ടി മര്യാദയ്ക്ക് കൊണ്ടെടുക്കുക. ഓയിൽ സർവീസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തു പോവുക. പതുക്കെ ഓടിക്കുക. എപ്പോഴും ഒരു ലോ ആയിട്ടുള്ള രീതിയിൽ ഗ്രാജുവൽ ആക്സലറേഷനിൽ ഓടിക്കാൻ ശ്രമിക്കുക. അത്രേ പറയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയും ബൈ. ജിനോസ് ടെക് വ്ലോഗ്സ്.